നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഠിനംകുളത്തെ ആതിര എന്ന് പറയുന്ന യുവതി, അതായത് പിന്നെ ഭർത്താവിനും അതുപോലെ പിന്നെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ഈ കൊച്ചൗസേപ്പ് എന്ന് പറയുന്നവനുമായിട്ടുള്ള ബന്ധം. ജോൺസൺ എന്നാണ് അവൻ്റെ പേര്. ഏതായാലും അവനാണെങ്കിൽ വാടക വീടൊക്കെ എടുത്ത് ഇവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമുണ്ടല്ലോ, അതായത് 24 മണിക്കൂറും മൊബൈലുമായിട്ട് നടക്കുന്ന ചില വീട്ടമ്മമാരുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഔസേപ്പുമാർ നമുക്ക് കാണാൻ കഴിയും. എവിടെയെങ്കിലും ഒന്ന് തലവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഇവൻ്റെ സൈക്കോത്തരങ്ങൾ മുഴുവൻ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ ഈ ഫോൺ എന്ന് പറയുന്ന സാധനം അവിടെ വെക്കുക, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെയുള്ള അബദ്ധത്തിൽ ചെന്ന് വീഴാതിരിക്കുക. അപ്പോൾ ഈ ഔസേപ്പ് എന്ന് പറയുന്നവൻ്റെ മൊഴി പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ മർദ്ദിച്ചിട്ടുണ്ട്. ആര്? ഈ ആതിരയുടെ അച്ഛൻ. അതുപോലെ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇവനുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ട്. പിന്നെ അതുമാത്രവുമല്ല, ഇനി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാനും മകനും ജീവൻ ഒടുക്കും എന്ന് വരെ ഈ പൂജാരി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ സ്ത്രീ എന്തുകൊണ്ടാണ് പിന്മാറാതിരുന്നത്? എന്തുകൊണ്ടാണ് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത്? പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആതിര എന്ന് പറയുന്ന സ്ത്രീക്ക് ഈ കൊച്ചൗസേപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഇച്ചായനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് പിന്മാറാൻ എന്തൊക്കെ വഴികളുണ്ട്? നീ പോടാ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതവൻ ഏതവൻ വരാനാണ്? പിന്നെ നീ പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവും അതൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അത് പറയാതെ പിന്നെയും പിന്നെയും ഇവനെ വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു കൊണ്ടിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാവിലെ ഈ മരണപ്പെടുന്നതിന് മുന്നേ വരെ ഇവനെ സൽക്കരിച്ച് വീട്ടിലിരുത്തുന്നു, ഇവന് ചായ കൊണ്ടു കൊടുക്കുന്നു, ആഹാരങ്ങൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരവും ദാനം ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയായിരുന്നു ഈ ആതിര എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ ഒരുപാട് തെറ്റുകൾ ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തുമുണ്ട്, അതുപോലെ തന്നെ ഈ ആതിര എന്ന് പറയുന്ന ഭാഗത്തുമുണ്ട്, ഇവരുടെ ഭർത്താവായിട്ടുള്ള പൂജാരിയുടെ ഭാഗത്തുമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പൂജാരി എന്ന് പറയുന്നയാൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. പൂജാരി നേരെ മറിച്ച് ഒരു കംപ്ലൈൻറ്റോ ഇല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഔസേപ്പ് ജോൺസൺ എന്ന് പറയുന്നവൻ പിന്നെ നാട്ടിൽ ഇവരെ കാലുകുത്തത്തില്ല. അമ്മാതിരി ചെയ്തേനെ ആരെങ്കിലും. അപ്പം അതുപോലും പറയാതെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിളിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവരെങ്ങനെയായാലും പോകുന്ന വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിച്ചിരുന്നില്ല. അതായത് പിന്നെ ഇവരൊക്കെ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് തിരുത്താനൊന്നും പോണ്ട, ഇതുപോലെ അങ്ങ് പോയിക്കോട്ടെ. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അതായത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ വിളിച്ചു വരുത്താറുണ്ട്, ഇവൻ വരാറുമുണ്ട്. ഇവർ തമ്മിലുള്ള എല്ലാ തോന്നിവാസങ്ങളും ഇവർ കണ്ടിട്ടുമുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഇവനെ പിന്നെ ഈ ആതിര എന്ന് പറയുന്ന സ്ത്രീയുടെ യുവതിയുടെ അച്ഛൻ മർദ്ദിച്ചിട്ടുമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കേസല്ലേ. അപ്പോൾ നിരവധി കുടുംബങ്ങളാണ് ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഭീഷണി തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാദ്യം തന്നെ എന്ന് പറഞ്ഞ് ഇവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൈക്കലാക്കും. ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇവരോട് പറയുന്നതാ നിങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമുക്കറിയാലോ, ഇന്ന് ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. പിന്നെ ഇവരെ അടിമയാക്കി വെക്കുകയാണ്. അതുമാത്രവുമല്ല, ഈ ആതിര എന്ന് പറയുന്ന ഈ സ്ത്രീ ചെയ്ത മറ്റൊരു വലിയ ദ്രോഹം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1 ലക്ഷത്തിൽ മേലെ രൂപ ഇവന് കൊണ്ടു കൊടുത്തിട്ടുണ്ട് തൻ്റെ ഇച്ചായന്. ഈ പൂജാരി എന്ന് പറയുന്നയാൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അയാൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള അവന് കൊണ്ടു കൊടുക്കുകയാണ് ഈ സ്ത്രീ ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്ത്രീയുടെ ഈ മരണത്തിന് നമുക്ക് ഒരു തരത്തിലും ഒരു ദയ തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ കുഞ്ഞും അതുപോലെ ആ പൂജാരിയും രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൈക്കോ എന്ന് പറയുന്നവൻ, അതായത് ഒരു സ്ത്രീയെ കുത്തി കൊലപ്പെടുത്താൻ മടിയില്ലാത്തവൻ, ആ കുഞ്ഞിനെയും അതുപോലെ പൂജാരിയെയും എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതായാലും അവർ രണ്ടുപേരും രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് സമാധാനിക്കുക മാത്രമേ പോംവഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ ദുരന്തങ്ങളിൽ ചെന്ന് ചാടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭർത്താവിനെയും അതുപോലെ കുഞ്ഞുങ്ങളെയും വീട്ടുകാരെയും മറക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവൻ കൂടി അപകടത്തിലാണ് ഇന്ന് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് തന്നെ ഈ സാധനത്തിൽ നിന്നും ഇങ്ങനെയുള്ള ചെറ്റകളെ മുഴുവൻ പറഞ്ഞു വിടണം. അതാണ് വേണ്ടത്.
നമ്മൾക്കറിയില്ല, ഇവൻ്റെ ഒന്നും സ്വഭാവം നമ്മൾക്കറിയില്ല. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആതിര എന്ന് പറയുന്ന ഈ യുവതിയും ഇതുപോലെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നല്ല റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, നല്ല ഫിൽട്ടറൊക്കെ ഇട്ടിട്ട് അടിപൊളി ഡാൻസൊക്കെ ചെയ്യുന്ന, പാട്ട് പാടുന്ന, ഇതൊക്കെ കണ്ടപ്പോൾ ഈ ആതിര വിചാരിച്ചു തൻ്റെ കെട്ടിയോനെ കട്ടിയും എത്ര നല്ലൊരു മനുഷ്യനാണ്, കണ്ടില്ലേ പാട്ട് പാടുന്നു, തൻ്റെ കെട്ടിയോൻ ഇവിടെയാണ് പാട്ട് പാടാൻ സമയം. അതായത് കെട്ടിയോൻ 24 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിലേക്ക് വല്ലതും കൊടുക്കണ്ടേ? ഈ മൊബൈലും പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വയറ് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ജോലിക്ക് പോയ ആ മനുഷ്യനെ ഒന്നിനും കൊള്ളത്തില്ല. ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പിശുക്കനാണ്, ഒന്നും വാങ്ങിച്ചു തരത്തില്ല, ഇല്ലെങ്കിൽ ചോറ് തിന്നോ ചോദിച്ചില്ല, കുളിച്ചോ എന്ന് ചോദിച്ചില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കാമുകന്മാർ എന്ന് പറഞ്ഞാൽ മുത്തേ, കരളെ, പൊന്നെ എന്നൊക്കെ വിളിച്ചിട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് സുഖിപ്പിക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയേണ്ടത്, ഭയങ്കര സ്നേഹമാണ് പിന്നീട് അങ്ങോട്ട്. അതായത് തൻ്റെ ഇവിടുന്ന് കിട്ടാത്ത ഒരുപാട് സ്നേഹം തൻ്റെ കാമുകന്മാരിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ് ഇവരോടൊക്കെ പെരുമാറുന്നത് എന്നുള്ളതാണ്. എന്തൊരു അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ ആതിരമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയും ആതിരമാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആതിരമാരൊക്കെ ഒരു കാര്യം ചെയ്തോ, ഇന്ന് തന്നെ കാമുകനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാം. പിന്നെ നിങ്ങൾ 3-4 വർഷമാകുന്നും വേണ്ട, ഇതൊക്കെ എന്ന് പറഞ്ഞ് ഏത് നിമിഷവും ആൾക്കാർ പിടിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്ത്രീയുടെ കാര്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവൻ പോയതിൽ പിന്നെയാണ് നാട്ടുകാർ വരെ അറിഞ്ഞത്. അതുവരെ നാട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. എന്താണ് നാട്ടുകാർ അറിയാത്തത്? ഈ പൂജാരിയായാലും അവരുടെ വീട്ടുകാരായാലും നാറ്റിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരൊക്കെ മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. അവരെങ്ങാനും അന്ന് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം, അതായത് ഇവർക്ക് ജീവിതം തിരിച്ചു കിട്ടുമായിരുന്നു. ഇവർക്ക് ഇതുപോലൊരു അവസ്ഥയിലൂടെ പോകേണ്ടി വരുമായിരുന്നില്ല. എന്നിട്ടും യാതൊരു എളുപ്പവുമില്ലാതെ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ഒരു പരിപാടിക്ക് പോയത് ആതിര എന്ന് പറയുന്ന ആ യുവതിയുടെ ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ്. അതൊരു വലിയൊരു വഞ്ചന തന്നെയാണ്. അതായത് ഇതൊക്കെ ഭർത്താവുമായിട്ട് സംസാരിച്ചു, എന്നാൽ ഇനി ഓന് വേണ്ട, ഓൻ വരുന്നിടക്ക് വെച്ച് കാണാം, എന്നിട്ടും അവനെ വീട്ടിൽ കയറുന്നു, സൽക്കരിക്കുന്നു, അവന് പൈസ കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, അതിനുശേഷം എല്ലാം കൊടുക്കുകയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാം മനസ്സിൽ ഒരുത്തൻ കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ കണ്ണും ചെവിടും ഉണ്ടാവില്ല. അതായത് ഊണിലും ഉറക്കത്തിലും എന്ന് പറഞ്ഞാൽ അവൻ മാത്രമായിരിക്കും. നമ്മുടെ ഹസ്ബൻഡുകൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്കൊരു വിലയും കൊടുക്കത്തില്ല എന്നുള്ളതാണ്. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ കാമുകന്മാരായിരിക്കും. അവിടെ കണ്ണിൽ കാണുന്ന മുഴുവൻ പിന്നെ കാമുകന്മാർ എന്ന് പറയുന്ന ആ ഒരു നല്ല ഒരു മനുഷ്യനെയാണ്. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ, രാവിലെ ആയിക്കഴിഞ്ഞാൽ, അതുപോലെ ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഏത് നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് കാമുകന്മാർ റെഡിയായിരിക്കും. അത് തന്നെയാണ് ഇവർക്കും വേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള ഈ ഓരോ സമയങ്ങളിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സംസാരിക്കുന്ന ആൾക്കാരെയാണ്. അതുകൊണ്ടല്ലേ ഈ കാമുകന്മാരെ സുഹൃത്തായും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാരന്മാരായും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ സുഹൃത്താണ്, ഇപ്പോൾ കാമുകന്മാർ എന്ന് പറഞ്ഞാൽ സുഹൃത്താണ്, അല്ലാതെ എന്ന് പറഞ്ഞാൽ കാമുകൻ ജാരനൊന്നുമില്ല. അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആർക്കും ഒന്നും തടയാനും പറ്റില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും എൻ്റെ സുഹൃത്തിനോട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ലേ എന്ന്. അപ്പോൾ ഏതായാലും ഈ ജോൺസൺ എന്ന് പറയുന്നവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ മൊഴിയിലെ കാര്യങ്ങളാണ് ഞാൻ ഇത്ര നേരവും പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇനിയും നിരവധി ജോൺസന്മാർ സോഷ്യൽ മീഡിയയിലുണ്ട്. എല്ലാവരും കരുതിയിരുന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നന്ദി, നമസ്കാരം.